everyone, NTA UGC in December 2021 and June 2022 merge cyclesലെ different shiftsൽ paper 1ന് ചോദിച്ചിരുന്ന ചോദ്യങ്ങളും അതിന്റെ ഫൈനൽ ആൻസർ കീയിൽ നൽകിയിരുന്ന ഉത്തരങ്ങളും അനലൈസ് ചെയ്യുന്ന ചില വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. എക്കണോമിക്സ് അതുപോലെ തന്നെ കൊമേഴ്സിന്റെ രണ്ട് ഷിഫ്റ്റ്സ് ഒക്കെ നമ്മൾ ആ രീതിയിൽ അനലൈസ് ചെയ്തു. സോ ഈ സെഷനിൽ ഇംഗ്ലീഷ് ഷിഫ്റ്റ് 1ലെ പേപ്പർ 1 ചോദ്യങ്ങളും ഫൈനൽ ആൻസർ കീയിൽ ഈ ക്വസ്റ്റ്യൻസിന് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന് കൊടുത്തിട്ടുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസിന് അനാലിസിസ് ചെയ്യാം. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഏരിയാസ് കൃത്യമായിട്ട് കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻസ്, റൈറ്റ് ആൻസേഴ്സ്, ഏത് മേഖലയിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളൊരു അനാലിസിസ് മാത്രമായിരിക്കും ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഇംഗ്ലീഷിൻ്റെ ഷിഫ്റ്റ് 1ൽ ചോദിച്ച പേപ്പർ 1ലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ചോദ്യങ്ങളുടെ ഒരു പൊതുവിലുള്ള നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ ചോദ്യങ്ങളായിരുന്നു ഇംഗ്ലീഷ് ഷിഫ്റ്റ് 1ൽ ഉണ്ടായിരുന്നത്. പേപ്പർ 1ന് അത്യാവശ്യം നിങ്ങൾ ഏരിയാസ് കവർ ചെയ്തിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പേപ്പർ 1 പഠിച്ചിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സ്കോറിലേക്ക് എത്താൻ കഴിയുന്ന ഒരു പേപ്പർ തന്നെയായിരുന്നു ഇംഗ്ലീഷ് ഷിഫ്റ്റ് 1ൻ്റെ പേപ്പർ 1 എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഈ സെഷനിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലോജിക്കൽ റീസണിങ് എന്ന മൊഡ്യൂളിൽ നിന്നും ഈ ഷിഫ്റ്റിൽ ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. സോ അസേർഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? A valid deductive argument with all true premises will lead to a true conclusion. സോ അസേർഷൻ സ്റ്റേറ്റ്മെന്റിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഒരു വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിന്റെ എല്ലാ പ്രിമൈസുകളും ട്രൂ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ലീഡ് അല്ലെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു എ ട്രൂ കൺക്ലൂഷൻ. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. റീസൺ ആയിട്ട് നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? In a valid deductive argument, the conclusion follows from the premises with absolute necessity. So valid deductive argument conclusion premise-ൽ നിന്നും absolute necessity-യിലാണ്, അല്ലെങ്കിൽ നമുക്ക് ആ പ്രിമൈസിൽ നിന്ന് കറക്റ്റായിട്ട് ഡിറൈവ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഡെഫിനറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് ആയിരിക്കും ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിൽ വരുന്നതെന്നാണ് റീസൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് അഗെയിൻ ട്രൂ. ഇത് രണ്ടും ട്രൂ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ എപ്പോഴും ഇതിന് മുമ്പുള്ള സെഷൻസിലും പറഞ്ഞൊരു കാര്യമാണ്, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസിൽ ആദ്യം രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ സെപ്പറേറ്റ്ലി അനലൈസ് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള സ്റ്റെപ്പ് എന്താ? ഈ പറഞ്ഞിരിക്കുന്ന അസേർഷന് കൊടുക്കാവുന്ന വാലിഡ് ആയിട്ടുള്ള റീസൺ ആണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പരിശോധിക്കാം. അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താ? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെയും കൂടെ കണക്ട് ചെയ്ത് വായിക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം: A valid deductive argument with all true premises will lead to a true conclusion because in a valid deductive argument the conclusion follows from the premises with absolute necessity. Assertion ശേഷം because ചേർത്ത് റീസൺ വായിക്കാം. എനിക്ക് നേരെ തിരിച്ചാണെങ്കിലോ, in a valid deductive argument the conclusion follows from the premises with absolute necessity, therefore a valid deductive argument with all true premises will lead to a true conclusion. റീസണിന് ശേഷം therefore ചേർത്ത് അസേർഷൻ വായിക്കാം. ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഉപയോഗിച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് വായിച്ചു നോക്കിയാൽ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണെന്നുണ്ടെങ്കിൽ ഒന്നൊന്നിൻ്റെ റീസൺ ആയിട്ടാണോ പറയുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്ന? രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ എ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ഇറ്റ്സെൽഫ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്, പക്ഷേ ഇതൊരു സ്റ്റേറ്റ്മെന്റ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് അസേർഷൻ റീസൺ ആയിരുന്നു. Statement 1 എന്താ പറയുന്നത്? An inference which is based on the middle term being positively or only positively related to the major term is called Keval Anvay. Statement 2 says, in Keval Anvay Anuman, the knowledge of Vyapti between the middle and major term is arrived at through the method of argument in absence. സോ എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്? ലോജിക്കൽ റീസണിങ്ങിലെ ഇന്റർ ലോജിക്കിൽ നിന്നും ടൈപ്സ് ഓഫ് അനുമാൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ളൊരു ചോദ്യമാണിത്. സോ അനുമാൻ എന്ന് പറയുന്ന ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫ്രം നെറ്റ് പോയിന്റ് ഓഫ് വ്യൂ. സോ ഒരു അനുമാൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിനകത്തുള്ള ഡിഫറെൻറ്റ് ടേംസ് എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനുമാൻ ഏതൊക്കെയാണ്, നമുക്ക് ഒരുപാട് ടൈപ്സ് പഠിക്കാനായിട്ടുണ്ട്. പഠന സൗകര്യാർത്ഥം നമുക്ക് ഈ ഡിഫറെൻറ്റ് ടൈപ്സിനെ തന്നെ പല ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ടും സാധിക്കും. സോ ആ രീതിയിലുള്ള നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വ്യാപ്തിയുടെ നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. സോ അതിനകത്ത് നമുക്ക് 3 ടൈപ്സ് ഓഫ് അനുമാനുണ്ട്. നമുക്ക് കേവൽ അൻവയ ഉണ്ട്, കേവൽ വ്യതിരിക്കയുണ്ട്, then we have അൻവയ വ്യതിരിക്ക അനുമാൻ. അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണത്. സോ അതിലെ കേവൽ അൻവയ അനുമാനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഈ കേവൽ അൻവയ അനുമാൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ
വ്യാപ്തി നമ്മൾ ഓൾറെഡി പറഞ്ഞു, വ്യാപ്തിയുടെ നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ കാറ്റഗറൈസേഷനിൽ കാണാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞു. സോ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ വ്യാപ്തി എന്ന് പറയുന്ന ഐഡിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ കേവല അന്വയ അനുമാൻ എന്തിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ അവിടുത്തെ നമ്മൾ പറയുന്ന ഈ വ്യാപ്തി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ മിഡിൽ ടേമും മേജർ ടേമും പോസിറ്റീവ്ലി കണക്റ്റഡ് ആണ്. സോ മിഡിൽ ടേം മേജർ ടേമിനോട് പോസിറ്റീവ്ലി കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് കൺകമ്മിറ്റൻസ് ആണ് ഉള്ളതെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കേവല അന്വയ അനുമാൻ. സോ ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. നമ്മൾ യൂഷ്വലി നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഫൈനൽ ആൻസർ കീഴിലുള്ള റൈറ്റ് ആൻസറും അത് ഏത് മേഖലയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയയുമാണ് ബേസിക്കലി ഈ സെഷൻസിലൂടെ നമ്മൾ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ എങ്കിലും ഞാൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്താണ് ഈ ആശയം എന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം എന്താ? കേവല അന്വയ അനുമാൻ ദ നോളജ് ഓഫ് വ്യാപ്തി, ഓർ ഇൻ കേവല അന്വയ അനുമാൻ ദ നോളജ് ഓഫ് വ്യാപ്തി ബിറ്റ്വീൻ ദ മിഡിൽ ആൻഡ് മേജർ ടേംസ് ഇസ് അറൈവ്ഡ് അറ്റ് ത്രൂ ദ മെത്തഡ് ഓഫ് ആർഗ്യുമെൻറ്റ് ഇൻ ആബ്സെൻസ്. ആബ്സെൻസ് അല്ല, പ്രസൻസ് ആണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്ലി റിലേറ്റഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ ദ മെത്തഡ് ഓഫ് ആർഗ്യുമെൻറ്റ് ഇൻ പ്രസൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? അത് തെറ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് വേറെ രീതി പറഞ്ഞാൽ കേവല അന്വയ അനുമാനം എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം മേജർ ടേം പോസിറ്റീവ്ലി കണക്റ്റഡ്, അല്ലെങ്കിൽ ഒന്നുണ്ടെങ്കിൽ മറ്റതും ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു യൂണിഫോം എഗ്രിമെൻറ്റ് ഇൻ പ്രസൻസ് ആണ് കേവല അന്വയ അനുമാൻ ഫോക്കസ് ചെയ്യുന്ന കാര്യം. ഇൻ ദാറ്റ് റെസ്പെക്ട് വി കൻ സേ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് 1 is true but statement 2 is false. So അതേത് ഓപ്ഷൻ? ദാറ്റ് ഈസ് ഓപ്ഷൻ C. Moving to the next question, which one of the following formal fallacies is committed in the given argument? All snakes are reptiles, some snakes are poisonous creatures, therefore all poisonous creatures are reptiles. Again a very important area. So formal fallacy ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ്. നമ്മളുടെ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലും മലയാളം യൂട്യൂബ് ചാനലിലും ഒക്കെ ആയിട്ട് ഈ ഫോർമൽ ഫാലസീസിലെ തന്നെ ചില ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇല്ലിസിറ്റ് മേജർ, ഇല്ലിസിറ്റ് മൈനർ നമ്മൾ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലും അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ ടേമിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് നമ്മൾ മലയാളം യൂട്യൂബ് ചാനലും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വളരെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകൾ പരിശോധിച്ചാൽ അവർ വളരെ നന്നായി തന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു മേഖലയാണ് ഫോർമൽ ഫാലസി എന്ന് പറയുന്നത്. സോ ഈ ഫോർമൽ ഫാലസി അറിയണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു വാലിഡ് ആയിട്ടുള്ള ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ഒരു വാലിഡ് ആർഗ്യുമെൻറ്റ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ആ പ്രത്യേകതകളിൽ വരുന്ന വയലേഷൻസ് ആണ് ബേസിക്കലി ഫോർമൽ ഫാലസിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. സോ ഇത് ഈ പറയുന്ന ഫോർമൽ ഫാലസി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് പുറകിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ ആശയങ്ങളുണ്ട്. എന്താണ് ഒരു മിഡിൽ ടേം, എന്താണ് ഒരു മേജർ ടേം, മൈനർ ടേം എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആശയം എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു ബേസ് ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഫോർമൽ ഫാലസി എന്താണെന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ. സോ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് നമ്മുടെ ക്ലാസ്സുകളിലും LMSലൊക്കെ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുമാണ്. സോ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓൾ സ്നേക്സ് ആർ റെപ്റ്റൈൽസ്, സം സ്നേക്സ് ആർ പോയ്സണസ് ക്രീച്ചേഴ്സ്, therefore all poisonous creatures are reptiles എന്നാണ്. സോ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഫാലസി എന്ന് പറയുന്നത് ഫാലസി ഓഫ് ഇല്ലിസിറ്റ് പ്രോസസ് ഓഫ് മൈനർ ടേം ആണ്. സോ നിങ്ങൾക്ക് എന്താണ് ഈ ഇല്ലിസിറ്റ് മൈനർ എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സെഷൻ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ റെഫർ ടു ദാറ്റ്. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫർദർ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോവാത്തത്. എനിവേ ദ റൈറ്റ് ആൻസർ ഗിവൻ അറ്റ് ദ ഫൈനൽ ആൻസർ കീ വാസ് ഓപ്ഷൻ B. Moving to the next question, given below are two statements, one is labeled as assertion and the other is labeled as reason. Assertion ആയിട്ട് പറയുന്ന കാര്യം എന്താ? Sound is non-eternal because it is caused. Reason ആയിട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? The middle term does not prove the eternality of sound but it's not eternality. So നിങ്ങൾ ഇവിടുത്തെ assertion സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ sound is non-eternal. സൗണ്ട് നോൺ ഇറ്റേണൽ ആണെങ്കിൽ അത് ഇറ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അത് ഉളവാകുന്ന അല്ലെങ്കിൽ ഇറ്റ് ഇസ് കോസ്ഡ് എന്നാണ് പറഞ്ഞത്. ഒരു സാധനം കോസ്ഡ് ആണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അതിനൊരു ആരംഭം ഉണ്ടെന്നാണ്. സോ ഇറ്റേണൽ എന്ന് പറഞ്ഞാൽ ആരംഭവും അവസാനവും ഇല്ലാത്തതെന്നുള്ള ആശയമാണ്. സോ നമ്മൾ ആദ്യത്തെ അസേർഷൻ സ്റ്റേറ്റ്മെന്റിൽ നമ്മളോട് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്ത് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു അതിൻ്റെ കൃത്യമായിട്ടുള്ള റീസൺ തന്നെയാണ് ബിക്കോസ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സൗണ്ട് നോൺ ഇറ്റേണൽ ആണ്, കാരണം അത് കോസ്ഡ് ആണ്, അത് ഉളവായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. റീസൺ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ദ മിഡിൽ ടേം ഡസ് നോട്ട് പ്രൂവ് ദി ഇറ്റേർണാലിറ്റി ഓഫ് സൗണ്ട് ബട്ട് ഇറ്റ്സ് നോൺ ഇറ്റേർണാലിറ്റി. ഇവിടുത്തെ മിഡിൽ ടേം ഏതാ? ഈ ഒരു അസേർഷൻ ആയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ മിഡിൽ ടേം എന്ന് പറയുന്നത് കോസ്റ്റ് എന്നുള്ളതാണ്. കാരണം എന്താ? ബിക്കോസ്, കാരണമാണ്. ദ ഹേതു എന്ന് നമുക്ക് വേണമെങ്കിൽ
കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഇന്റർലോജിക്കൽ നമുക്ക് പറയാം. സോ ദ റീസൺ എന്നുള്ളതാണ്, ബിക്കോസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ കാരണം പറയുന്നത്. സോ ദാറ്റ് ഹേതു ഓർ ദി കാരണം, അതിനെയാണ് നമ്മൾ മിഡിൽ ടേം എന്ന് പറയാം. സോ ഈ മിഡിൽ ടേം ആയിട്ടുള്ള കോസ്റ്റ് ശരിക്കും ഇവിടെ പ്രൂവ് ചെയ്യുന്നത് എന്താ, സൗണ്ടിന്റെ നോൺ ഇറ്റേണാലിറ്റി ആണ്, ഇറ്റേണാലിറ്റി അല്ല എന്നുള്ളതാണ് റീസൺ സ്റ്റേറ്റ്മെന്റ്. അതും ശരിയാണ്, ഒരു വസ്തു കോസ്റ്റ് ആണ്, അതിനൊരു ഉത്ഭവമുണ്ട് അല്ലെങ്കിൽ അത് ഉളവായതാണ് എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് മീൻസ് അത് നോൺ ഇറ്റേണൽ ആണ് എന്നുള്ള ആസ്പെക്ട് തന്നെയാണ്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണെന്ന് മാത്രമല്ല ഒന്നൊന്നിന്റെ റീസൺ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും സാധിക്കും. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആൻസർ ചെയ്താൽ both A and R are true and R is the correct explanation of A, that is option A. Moving to the next question. ഇതൊരു match the following question ആണ്. ലിസ്റ്റ് 1-ൽ നമുക്ക് സ്ക്വയർ ഓഫ് ഒപ്പോസിഷനിലെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2-ൽ അതിൻ്റെ റിസൾട്ടൻ്റ് ആണ്. സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ലോജിക്കൽ റീസണിങ് എന്ന മൊഡ്യൂൾ. ഇതിന് മുമ്പ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഷിഫ്റ്റുകളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിശോധിച്ചാൽ പലയിടത്തും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. പക്ഷെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെറുതെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മേഖലയല്ല. ബട്ട് ഇഫ് യു നോ ദ റൈറ്റ് ലോജിക് ബിഹൈൻഡ് ഇറ്റ്, ഇറ്റ്സ് എ വെരി ഈസി കോൺസെപ്റ്റ് ആസ് വെൽ. സോ ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, എ എന്ന് പറയുന്ന നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രപ്പോസിഷൻ ഉണ്ട്, എ ഇ ഐ എൻ ഒ. സോ അതിനകത്ത് എ പ്രപ്പോസിഷൻ ട്രൂ ആണെങ്കിൽ ബാക്കിയുള്ള, ഇപ്പോൾ ഇവരെ നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത് ഓയും ഐയുമാണ്. റിസൾട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ ലിസ്റ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും. സോ എ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ശരിയായാൽ ഓയ്ക്ക് അല്ലെങ്കിൽ ഐക്ക് സംഭവിക്കുന്നത് എന്താണെന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. ആ രീതിയിലാണ് നമുക്കിവിടെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതും ഈ പറഞ്ഞതുപോലെ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്താണെന്ന് അറിയാമെങ്കിൽ യു ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റൻ. അല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ നന്നായി പഠിച്ചവർക്ക് ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റൻ, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും നമ്മളുടെ യൂട്യൂബ് ചാനൽ ത്രൂ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എസ്പെഷ്യലി ഇങ്ങനെയുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സ്പെസിഫിക് വീഡിയോ നമ്മുടെ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്തിരുന്നു. സോ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയും നന്നായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ കീയിൽ ഇതിൽ തന്നിരുന്ന ആൻസർ എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ 5 ചോദ്യങ്ങൾ ലോജിക്കൽ റീസണിംഗ് എന്നുള്ള മൊഡ്യൂളിൽ നിന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. ഇനിയുള്ള ചോദ്യങ്ങൾ ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ നിന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ആദ്യത്തെ ചോദ്യം തന്നെ ഫയൽ എക്സ്റ്റൻഷൻ, ഫയൽ ടൈപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫയൽ ഫോർമാറ്റ്സ്, എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ, എ വെരി ഈസി ഏരിയ ആസ് വെൽ. അത്യാവശ്യം നമുക്ക് പഠിക്കേണ്ട പ്രത്യേക തരത്തിലുള്ള ഫയൽസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫോർമാറ്റ് ഏതൊക്കെയാണ് എന്നറിയാമെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്ന ചോദ്യമാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പരിചയമുള്ള കാര്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് തന്നെ MP3 എന്ന് പറയുന്നത് മ്യൂസിക് ആണെന്നും JPG എന്ന് പറയുന്ന ഇമേജ് ഫയൽ ആണെന്നും ഉള്ളത് അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്. സോ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ തന്നെ ആൻസർ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. സോ ലിസ്റ്റ് 1-ൽ നമുക്ക് ഡിഫറെൻറ്റ് ഫയൽ എക്സ്റ്റൻഷൻസ് ഉണ്ട്. ലിസ്റ്റ് 2-ൽ ഇമേജ് മ്യൂസിക് ഡേറ്റാബേസ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ഫയൽ ടൈപ്സും കൊടുത്തിട്ടുണ്ട്. എനിവേ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്, A2. Then we have B4, C1 and D3. So the right answer is option B. Moving to the next question. A software is termed as an open source software if. So നമുക്കറിയാം സോഫ്റ്റ്വെയർസിൽ ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതും അത്യാവശ്യം പലപ്പോഴും ആവർത്തിച്ച് കാണുന്ന ഒരു മേഖലയാണ്. ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പൊതുവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട് എക്സാംസിൽ. നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ദ ഡെവലപ്പർ കമ്പനി ഈസ് ഓപ്പൺ 24/7. ഇറ്റ്സ് സോഴ്സ് കോഡ് ഈസ് അവൈലബിൾ ടു ഷെയർ, സ്റ്റഡി ആൻഡ് മോഡിഫൈ. It can be downloaded from the internet. It is available free of cost. അപ്പോൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായിട്ടുള്ള ഡെഫിനേഷൻ എന്താണ്? Its source code is available to share, study and modify. So the right answer for this question is option B. Moving to the next question. Identify the correct arrangement of the following different types of computer networks in the descending order of their geographic area coverage. So again, important area. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏരിയാസിന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് നമ്മൾ പഠിക്കാറുണ്ട്. സോ അതിനകത്ത് പ്രധാനപ്പെട്ട 3 ടൈപ്സ് വന്നിട്ടുണ്ട്. അത് ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡിസെൻഡിങ് ആണോ അസെൻഡിങ് ആണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ അറിയാവുന്നവർക്ക് പോലും തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണിത്. സോ ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ നമുക്ക് ഏത് പറയാം? ആദ്യം വരുന്നത് B ഓപ്ഷൻ ആണ്, wide area network. Then we have A and finally we have local area network, that is option C. So BAC ആണ് കറക്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, that is option C itself.
Moving to the next question, statement questions ആണ്. Statement 1 എന്താ പറയുന്നത്? A DVD-ROM is an optical storage media and it can be written many times. Statement 2, software is loaded into secondary storage from RAM and is then executed by CPU. So ഇതിനകത്ത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. DVD-ROM എന്താണ്, എന്ത് തരത്തിലുള്ള അതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് മെമ്മറിയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ അറിയാവുന്ന ആളുകൾക്ക് അറിയാം. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താ? സോഫ്റ്റ്വെയർ ഇസ് ലോഡഡ് ഇൻ ടു സെക്കൻഡറി സ്റ്റോറേജ് ഫ്രം RAM and is then executed by CPU. സോ ഇതും ആക്ച്വലി നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റാൻ സാധ്യതയുണ്ട്. ശരിക്കും സോഫ്റ്റ്വെയറിൽ ലോഡ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇറ്റ്സ് ലോഡഡ് ഫ്രം ദി സെക്കൻഡറി സ്റ്റോറേജ് ടു ദി റാം ആണ് അല്ലെ. അതിനുശേഷം ഇറ്റ് ഇസ് എക്സിക്യൂട്ടഡ് ബൈ CPU. സോ ഇതും ഈ പറഞ്ഞതുപോലെ നമ്മൾ കൃത്യമായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നില്ല, ശ്രദ്ധയോടെ അത് കൃത്യമായിട്ട് ഫോക്കസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ്. എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and statement 2 are false. Moving to the next question, which of the following file formats are appropriate for distributing video files across the internet? So file formats ബന്ധപ്പെട്ടിട്ട് രണ്ട് ചോദ്യങ്ങളാണ് ഈ ഒരൊറ്റ ഷിഫ്റ്റിൽ തന്നെ ICTയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ഫോക്കസ് എന്താണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഇന്റർനെറ്റ് ത്രൂ വീഡിയോ ഫയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫയൽ ഫോർമാറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് നിങ്ങൾക്ക് ഓപ്ഷനിലുണ്ട്. രണ്ട് ഓപ്ഷൻസ് ആണ് ഇതിന് റൈറ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. So the right options are option A and T. അപ്പോൾ A and T എന്നുള്ള കോമ്പിനേഷൻ ഏതാ? That is option B. So the right answer is option B itself. Moving to the next question, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ചോദ്യങ്ങൾ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ് എന്ന മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ സോഴ്സ് ഓഫ് ആർസനിക് പൊല്യൂഷൻ ഇൻ ദ ഗ്രൗണ്ട് വാട്ടർ. സോ ഈ പൊല്യൂഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ഉണ്ട്, അതിൻ്റെ സോഴ്സസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആർസനിക് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സോഴ്സസ് ആണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡിഫറെൻറ്റ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്, ഡീപ്പ് അണ്ടർഗ്രൗണ്ട് ഫോർമേഷൻസ്, ഡൈയിങ് ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചറൽ വേസ്റ്റ്. സോ ഇതിൻ്റെ ഫൈനൽ ആൻസർ കീഴിൽ രണ്ട് ഓപ്ഷൻസ് അവർ റൈറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എ ആസ് വെൽ ആസ് ഓപ്ഷൻ ബി. രണ്ട് ഓപ്ഷൻസും അവർ റൈറ്റ് ആയിട്ട് എടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് ഏത് ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുന്നവർക്കും മാർക്ക് കിട്ടുന്ന പോലെയായിരുന്നു അതിൻ്റെ ഫൈനൽ ആൻസർ കീഴിലുണ്ടായിരുന്നു. സോ ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഡീപ്പ് അണ്ടർഗ്രൗണ്ട് ഫോർമേഷൻസ്, ഇതിനെ രണ്ടിനെയും നമുക്ക് ആർസനിക് പൊല്യൂഷൻ്റെ സോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. Moving to the next question, statement wise question ആണ്. Classical smog is formed when oxides of nitrogen combine with particulate matter, especially in summer season. Statement 2 says classical smog reduces atmospheric visibility to a great extent. So statement 1 തെറ്റാണ്. ക്ലാസിക്കൽ സ്മോഗ് എന്ന് പറഞ്ഞാൽ വിന്റർ സീസണിൽ ഉണ്ടാവുന്നതാണ്. അത് മാത്രമല്ല അതിനകത്തുള്ള അത് എന്തിൻ്റെ റിയാക്ഷൻ ആയിട്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതും ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് റോങ്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. ക്ലാസിക്കൽ സ്മോഗ് റെഡ്യൂസസ് അറ്റ്മോസ്ഫിയറിക് വിസിബിലിറ്റി ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഫോൾസ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ട്രൂ. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. Moving to the next question, what is the correct order of global warming potential of following atmospheric chemical species? So ഇതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ളത്. സോ അതിനകത്ത് ഡിഫറെൻ്റ് അതിൻ്റെ ഓരോ ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ലിസ്റ്റിനകത്ത് തന്നെ നമ്മൾ ലിസ്റ്റ് എടുത്തതിന് ശേഷം കൃത്യമായി അതിന് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എത്രയാണ്, അതിൻ്റെ ഇൻക്രീസിങ് ഒരു ഓർഡറിൽ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലൊക്കെ അതിനെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ വളരെ റെഗുലറായിട്ട് നെറ്റ് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയായിരുന്നു. സോ ഇതിൻ്റെ കറക്റ്റ് ഓർഡർ എന്താ? ഇതും വളരെ സൂക്ഷിച്ച് നമ്മൾ ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ആ സിമ്പിൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. സി ആണ് ആദ്യം വരുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ്. അതിനേക്കാളും കൂടുതലാണ് മീഥെയിൻ, ദെൻ വി ഹാവ് നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഫൈനലി വി ഹാവ് chlorofluorocarbon. So the right option is option B. Moving to the next question, assertion reason ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അസേർഷൻ പറയുന്നത് എന്താ? എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം ബയോമാസ് is considered carbon neutral. Reason, biomass does not add CO2 to the atmosphere. സോ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ഇതിനെ രണ്ടിനെയും കൃത്യമായിട്ട് ആദ്യം സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് നോക്കണം. അതിനുശേഷം മാത്രം ഇത് അസേർഷൻ റീസൺ ആയിട്ട് നമുക്ക് ഒന്നിച്ച് ബന്ധപ്പെടുത്താൻ കഴിയുന്ന സ്റ്റേറ്റ്മെന്റുകളാണോ എന്ന് ചിന്തിച്ചാൽ മതിയാവും. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റനിൽ എ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷെ ബി സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇൻ ദാറ്റ് റെസ്പെക്ട് വി കൻ സേ ദാറ്റ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ സി. ഫൈനൽ ആൻസർ കീഴിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് തന്നിരുന്നത്.
Moving to the next question, identify the correct sequence of average noise levels in increasing order of their magnitude from different sources. ചില ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, we have to arrange it in the sequence of average noise levels in increasing order of their magnitude എന്നാണ് ചോദ്യം. സോ ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫൈനൽ ആൻസർ കീയിൽ ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് we have typical office, then we have a conversational speech, then comes option A, city, straight corner, then option C, highway, and finally option D, aircraft noise during takeoff. So moving to the next question. So ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ് എന്ന മൊഡ്യൂളാണ്. ഇനി നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന മൊഡ്യൂളിൽ നിന്നും ഈ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഫൈനൽ ആൻസർ കീ ഉത്തരങ്ങളുമാണ് പരിശോധിക്കാനായിട്ട് പോകുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 says the disadvantage of interpersonal communication is the availability of immediate feedback. സോ ഈ ഫീഡ്ബാക്ക് എന്നുള്ള കാര്യം ഒരിക്കലും ഒരു ഡിസഡ്വാൻറ്റേജ് അല്ല ഒരു കമ്മ്യൂണിക്കേഷനിൽ. ഒരു കമ്മ്യൂണിക്കേഷനെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കി മാറ്റുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഫീഡ്ബാക്ക് എന്നുള്ളത്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇൻ ഇറ്റ് സെൽഫ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, ദ ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇറ്റ്സ് ഡിലേഡ് ഫീഡ്ബാക്ക്. എഗെയിൻ തെറ്റാണ്. ഫീഡ്ബാക്ക് ഡിലേഡ് ആവുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കില്ല. സോ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇൻ ദാറ്റ് റെസ്പെക്ട് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണെന്ന് നമുക്ക് പറയാം. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. Moving to the next question, in communication, meanings refer to a persons, and we have the options: notions about the world, internal responses to a message, subsuming messages for suppression, എക്സ്റ്റേണൽ റെസ്പോൺസസ് ഓൺലി. സോ കമ്മ്യൂണിക്കേഷനിൽ ഒരു വ്യക്തിയുടെ മീനിങ് എന്ന് പറയുന്നത്, അതിന് അദ്ദേഹം കൊടുക്കുന്ന മീനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ഇന്റേണൽ റെസ്പോൺസസ് ടു എ മെസ്സേജ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. Moving to the next question, identify the correct sequence of information processing in communication. So കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ടേംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനെ കറക്റ്റ് സീക്വൻസിൽ അറേഞ്ച് ചെയ്യണം. സോ വി ഹാവ് ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഡേറ്റ എൻട്രി, പ്രോസസ്സിംഗ് ആൻഡ് ഫൈനലി സ്റ്റോറേജ്. സോ എന്താണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ? ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ആദ്യം എന്തായാലും ഇൻപുട്ട് ആയിരിക്കും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്, അതിന് അവസാനം എന്തായിരിക്കും വരിക, ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പം തന്നെ ആൻസർ നമുക്ക് എനിക്ക് തോന്നുന്നു ഐഡന്റിഫൈ ചെയ്യാം. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഇൻ ദാറ്റ് റെസ്പെക്ട്. സോ എന്താണ് ഇതിൻ്റെ ഓർഡർ? ആദ്യം ഇൻപുട്ട് ആണ്, പിന്നെ ഡേറ്റ എൻട്രി, then we have processing, then we have storage, and finally we have the output. So the right answer is option D. അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ മീഡിയംസ് തന്നിട്ടുണ്ട് ആൻഡ് ഓൾസോ അതിൻ്റെ യൂസർ വെഹിക്കിൾസ് അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മീഡിയംസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, ഫിലിം ആണ് നമുക്ക് ഓപ്ഷൻസ് ലിസ്റ്റ് 1 ലിസ്റ്റ് 2 എന്താ, URSA, മിനി പ്രോ, സാറ്റലൈറ്റ് ഡിഷസ്, electromagnetic waves, and finally rubber plate. So എങ്ങനെ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ന്യൂസ് പേപ്പർ ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 4 ആൻഡ് റേഡിയോ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുമായിട്ട് കണക്ട് ചെയ്യാം. ടെലിവിഷൻ എന്തായിട്ട് കണക്ട് ചെയ്യാം? ഒബ്വിയസ്ലി സാറ്റലൈറ്റ് ഡിഷസ്. ആൻഡ് ഫൈനലി ഫിലിം ക്യാൻ ബി കണക്റ്റഡ് ടു ഓപ്ഷൻ 1. സോ A4, B3, C2 ആൻഡ് D1 ആണ് റൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ എ. സോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഈ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ വിത്ത് റിഗാർഡ് ടു മാസ് കമ്മ്യൂണിക്കേഷൻ? സോ പൊതുവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം നിങ്ങൾക്ക് ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എന്തൊക്കെയാണ് ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത്? മെസ്സേജസ് ആർ പ്രിപ്പയർഡ് ബൈ നോൺ പ്രൊഫഷണൽസ്, മെസ്സേജസ് ആർ പ്രിപ്പയർഡ് ബൈ പ്രൊഫഷണൽസ്, മെസ്സേജസ് ആർ റാപ്പിഡ്ലി ഡിസെമിനേറ്റഡ്, മെസ്സേജസ് ആർ സപ്പോസ് ടു ബി അണ്ടർസ്റ്റുഡ്, മീഡിയ ഓഡിയൻസസ് ആർ ഹോമോജനസ്. സോ ഇതിനകത്ത് മാസ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നാണ്. മെസ്സേജസ് ആർ പ്രിപ്പയർഡ് ബൈ പ്രൊഫഷണൽസ് ശരിയാണ്, മെസ്സേജസ് ആർ റാപ്പിഡ്ലി ഡിസെമിനേറ്റഡ് ശരിയാണ്, മെസ്സേജസ് ആർ സപ്പോസ് ടു ബി അണ്ടർസ്റ്റുഡും കറക്റ്റ് ആണ്. നോൺ പ്രൊഫഷണൽസ് അല്ല മെസ്സേജസ് മാസ് കമ്മ്യൂണിക്കേഷനിൽ പ്രിപ്പയർ ചെയ്യുന്നത്, ദേ ആർ പ്രൊഫഷണൽ പീപ്പിൾ. ആൻഡ് മീഡിയ ഓഡിയൻസസ് ആർ ഹോമോജനസ്, അത് തെറ്റാണ്. മീഡിയ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ലാർജ് ഓഡിയൻസ്. പല തരത്തിലുള്ള ആളുകളാണ് അവിടെ ഉള്ളത്, പല ചിന്താഗതികളും പല ഇൻക്ലിനേഷൻസും ഉള്ള ആളുകളാണ്. സോ ഹെട്രോജനസ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് മാസ് മീഡിയയ്ക്ക് അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ഇൻ ദാറ്റ് റെസ്പെക്ട് എയും ഇയും എന്തായാലും ആൻസർ ആയിട്ട് വരില്ല. സോ BCD ഒളിയാണ് റൈറ്റ് ആവേണ്ടത്. BCD ഒളി ഇസ് ഓപ്ഷൻ സി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ഇറ്റ് സെൽഫ്.
Moving to the next question. So, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യങ്ങൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിൽ നിന്നുള്ളതാണ്. Following activities are related to the context of experiment in social research, and we have the options: control the experimental environment, pilot test, revise and test, empathy with the participants, praising the good qualities of the participants, specify the treatment levels. So, social research experiment കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഉള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സോ ഫൈനൽ ആൻസർ കീയിൽ ഇതിന്റെ റൈറ്റ് ഓപ്ഷൻസ് ആയിട്ട് തന്നിരുന്നത് A, B, E ഉള്ളതാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ D. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a survey is conducted telephonically, which among the following statements is true? സോ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ടൊരു സർവേ ടെലിഫോൺ ത്രൂ നമ്മൾ ചെയ്താൽ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് ഡേറ്റ, ഇറ്റ് ഇംപ്രൂവ്സ് ദ വാലിഡിറ്റി റിസർച്ച്, and it reduces the cost of data collection, it makes participants comfortable, and the right option is option C. It reduces the cost of data collection. Moving to the next question. Which among the following is a valid criticism of experimental method in social sciences? Social sciences experimental method നെതിരെയുള്ള ഒരു valid criticism ഏതാണെന്നാണ് ചോദ്യം. Impossible to conduct social situation, artificiality of laboratory condition, unavailability good experiments in social sciences, and availability of good experiments in social sciences, social research problems can all be studied experimentally. So ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഫൈനൽ ആൻസർ കീയിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻ ബി ആണ്, ആർട്ടിഫിഷ്യാലിറ്റി ഓഫ് ലബോറട്ടറി കണ്ടീഷൻ. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഡിഫറെൻറ്റ് റിസർച്ച് ഫോംസ് ആണ് ലിസ്റ്റ് 1 തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 ഡിസ്ക്രിപ്ഷനും നമുക്ക് തന്നിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്, ദെൻ വി ഹാവ് ട്രയാങ്കുലേഷൻ, മെറ്റാ അനാലിസിസ്. സോ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ നമുക്ക് എന്തുമായിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഒബ്വിയസ്ലി ഇൻ്റർപ്രിറ്റീവ് ആണ് അല്ലേ. ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തരുന്ന ഒരു റിസർച്ചിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്, ഒരു ഇൻ്റർപ്രിറ്റേഷനുള്ള സാധ്യതകളുള്ളത്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 4, ദാറ്റ് ഈസ് ഇൻ്റർപ്രിറ്റീവ്. ഇനി രണ്ടാമത് എന്താ? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസ്. അവിടെ നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസിന്റെ ആവശ്യകതയുണ്ട്. ഇൻ ദാറ്റ് റെസ്പെക്ട് വി ക്യാൻ സേ ദാറ്റ് ഓപ്ഷൻ ബി ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 3. ട്രയാങ്കുലേഷൻ എന്താണ്? ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മെത്തേഡ്സ് അല്ലെങ്കിൽ ഒരുപാട് ഒബ്സർവേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഷയത്തെ തന്നെ പഠിക്കുകയാണ്. സോ ദാറ്റ് ആ ഒരു വിഷയത്തിൽ നമ്മൾ ചെയ്യുന്ന റിസർച്ചിൻ്റെ വാലിഡിറ്റി കൂട്ടുക എന്നുള്ള ഉദ്ദേശമാണ് അതിനുള്ളത്. സോ നമുക്ക് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം? കൺവെർജൻസ് ഓഫ് ഫൈൻഡിങ്സ് ബേസ്ഡ് മൾട്ടിപ്പിൾ മെത്തേഡ്സ്. സോ അതായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. സോ ഡി നമുക്ക് ഓപ്ഷൻ 1 ആവാം, ഫയൽ ഡ്രോ പ്രോബ്ലം. സോ അങ്ങനെയാണെങ്കിൽ ഏതാ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ A 4 ആണെന്ന് നമ്മൾ പറഞ്ഞു, B 3 ആണ്, C is 2 and D is 1. So that is option B. Moving to the next question, statement question ആണ്. If the length of a psychological test is increased, it improves both reliability and validity, and score of a test can be interpreted without referring to its norm. So ഇതിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. So statement 1 is correct, but statement 2 is incorrect. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇൻ എ ലേണർ സെന്റർഡ് ടീച്ചിങ് എൻവയൺമെന്റ് ടീച്ചേഴ്സ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? നമുക്ക് ഈ ടീച്ചിങ് മെത്തേഡ്സ് തന്നെ എടുത്താൽ നമുക്ക് അതിനെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡയലോജിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പല കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് എൻവയൺമെൻറ്റിൽ ഒരു ടീച്ചർ ചെയ്യേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് എന്താ? റെക്കഗ്നൈസ് ദാറ്റ് ഓൾ ലേണേഴ്സ് ആർ യുണീക്ക് ആൻഡ് യൂട്ടിലൈസ് ഡിഫറെൻറ്റ് ടീച്ചിങ് സ്റ്റൈൽസ്, do not provide structure and direction, make decisions about how and what learners will learn, do not facilitate learners decision making process. So learner centered ആയിട്ടുള്ള ഒരു ടീച്ചിങ് എൻവയൺമെൻറ്റിൽ അവിടെ ലേണറിനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട റോൾ ഉള്ളത് അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ലേണറാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത്. അപ്പോൾ ആ ലേണറിൻ്റെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ഓരോ ലേണറിനെയും യുണീക്കായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് അതിനനുസരിച്ചുള്ള ഡിഫറെൻറ്റ് ടീച്ചിങ് സ്റ്റൈൽസ് അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള ടീച്ചിങ് എൻവയൺമെൻറ്റിൽ ഒരു ടീച്ചറിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഇൻ ദാറ്റ് റെസ്പെക്ട് വി കൻ സേ ദാറ്റ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ എ. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. സോ ലിസ്റ്റ് 1 നമുക്ക് ചൈൽഡ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ് ആണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 അതിൻ്റെ ഫീച്ചേഴ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്ത് വി ഹാവ് വേരിയസ് ടേംസ്. എ ഓപ്ഷൻ നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? ദാറ്റ് ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് 4 റിലേറ്റീവ്ലി സ്മോൾ ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ഗ്രൂപ്പ്സ്. ദെൻ വി ഹാവ് ക്രൗഡ്സ് that can be associated with less intimate, more loosely organized group. Then we have identity, which can be
connected with general sense of oneself along with all their beliefs, emotions and attitudes. Then we have option D, which can be connected to option 3, that is exploration with a delay in commitment to personal and occupational choices. So the right option given in the final answer key was option D. അടുത്ത ചോദ്യം, Kohlberg's theory of moral development comprises the following stages. സോ കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റുമായിട്ടുള്ള തിയറി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട തിയറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി തന്നെയാണ്. ഇത് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് നെറ്റിൽ നമുക്ക് തുടങ്ങിയതായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ 6 സ്റ്റേജസ് ആണ് ഈ ഒരു മോറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ചില ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ഈ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തൊക്കെയാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ്? ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഓറിയൻറ്റേഷൻ, rewards or exchange orientation, law and order orientation, social contract orientation. So ഇതിനകത്ത് ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന? ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ ഉണ്ട്, റിവാർഡ്സ് ഓർ എക്സ്ചേഞ്ച് ഓറിയൻറ്റേഷൻ, ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ ആൻഡ് സോഷ്യൽ കോൺട്രാക്ട് ഓറിയൻറ്റേഷൻ. ഇത്രയുമാണ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. എ, സി, ഡി ആൻഡ് ഇ ഒള്ളിയാണ് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഫൈനൽ ആൻസർ ഉണ്ടായിരുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. IIT Bombay acts as a non-profit MOOC platform developed by IIT Bombay using the open source platform. സോ നമുക്കറിയാം ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ നമുക്ക് ICT enabled ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാവണം. ലെറ്റ്സ് സേ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ സ്വയം പ്രഭ, MOOC പോലെയുള്ള ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. സോ ഇത് കുറച്ചും കൂടി ഒരു MOOC എന്നുള്ള ഏരിയയിൽ തന്നെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചിലപ്പോൾ അത്ര പരിചയം പലർക്കും ഇല്ലാതിരിക്കുന്ന ഒരു ചോദ്യം ആവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. സോ ബോംബെ IIT ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് MOOC പ്ലാറ്റ്ഫോമാണ് IIT ബോംബെ എക്സ് എന്ന് പറയുന്നത്. സോ അവർ ഉപയോഗിക്കുന്ന ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. Moving to the next question, the open source platform course builder on which NPTEL courses are seen was created by, again, ICT related ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. And the right answer for this question is option B, that is Google. So moving to the next question, higher education system ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. So in ancient Indian education system, learners were given training in following occupations in the fields of, and we have the options architecture, animal husbandry, agriculture, administration and dairy farming. So ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂൾ എടുത്ത് നോക്കിയാൽ ancient Indian education system തുടങ്ങി ഏറ്റവും റീസെൻ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ സെക്ടറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് വരെ ചോദ്യങ്ങളിൽ ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ് എന്നുള്ളത് നമുക്കറിയാം. സോ ഏൻഷ്യൻ്റ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ തന്നിരിക്കുന്ന ഏതൊക്കെ ഫീൽഡിലെ ഒക്യുപ്പേഷൻസ് ആണ് ലേണേഴ്സിന് ട്രെയിനിങ് നൽകിയിരുന്നതെന്നാണ് ചോദ്യം. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ കീയിൽ കൊടുത്തിരുന്നത്. ആർക്കിടെക്ചർ, ആനിമൽ ഹസ്ബൻഡ്രി, അഗ്രികൾച്ചർ ആൻഡ് ഡയറി ഫാമിംഗ്, ഈ 4 ഓപ്ഷൻസ് ആണ്. എ, ബി, സി ആൻഡ് ഇ ഒള്ളിയാണ് ഓപ്ഷൻസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി. Moving to the next question, in the context of vocational education, the organization NSDC is. സോ നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഇത്തരത്തിൽ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ്. അതിൻ്റെ ഫുൾ ഫോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിലുള്ളൊരു ചോദ്യമാണിതും. വൊക്കേഷണൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് NSDC എന്നുള്ളത്. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ് ചോദ്യം. So ഏതാണ് റൈറ്റ് ആൻസർ? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ സ്റ്റേറ്റ്മെന്റ് സേസ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടേഷൻസ് ടു ദി ഗ്രോത്ത് ഓഫ് എനി കൺട്രി. ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടർ തന്നെയാണ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റീസും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടേഷൻസ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആക്ട്സ് ആസ് എ ഷീൽഡ് ഫോർ ഇൻവെൻഷൻ ടു ബി മിസ്യൂസ്ഡ് ബൈ തേർഡ് പാർട്ടീസ്. സോ ദാറ്റ് ഈസ് അഗെയിൻ എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അതും ശരിയാണ്. പക്ഷേ ഈ 2 അസേർഷൻ സ്റ്റേറ്റ്മെന്റും റീസൺ സ്റ്റേറ്റ്മെന്റും തമ്മിൽ കണക്ഷൻസ് ഒന്നുമില്ല. രണ്ടും ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, പക്ഷേ അത് തമ്മിലൊരു ബന്ധം അല്ലെങ്കിൽ ഒരു റിലേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്, ബട്ട് ആർ ഇസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. Moving to the next question, which among the following was proposed by Kothari Commission vis-a-vis language? So നമുക്കറിയാം ഈ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള മൊഡ്യൂൾ പഠിക്കുമ്പോൾ ഇപ്പം നമ്മുടെ ഒരു പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മേജർ ഡെവലപ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ മേജർ ഡെവലപ്മെൻറ്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കമ്മീഷൻസ്, കമ്മിറ്റീസ്, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ റെക്കമെൻഡേഷൻസ്, അതുകൊണ്ടുണ്ടായിട്ടുള്ള ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ദാറ്റ് വി ഹാവ് ടു ഫോക്കസ് ഓൺ.
സോ അതിനകത്ത് തന്നെ കൊത്താരി കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പരിശോധിച്ചാൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കമ്മീഷനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ, ഇയർ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ കൊത്താരി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ട് കൊത്താരി കമ്മീഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ഏതാണെന്നുള്ള ചോദ്യം. ദിസ് ഈസ് വെരി ഈസി ക്വസ്റ്റ്യൻ. അത്യാവശ്യം കൊത്താരി കമ്മീഷനെ കുറിച്ച് ഒരു ധാരണയുള്ളവർക്ക് ഈസി ആയിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? Use of mother tongue as a medium of instruction, use of Hindi as a medium of instruction, 2 language formula, 3 language formula. It's a very easy question. The right answer is option D, 3 language formula. Moving to the next question, as envisaged in National Education Policy 2020, all higher education institutions will aim to have a student strength of dash by 2040. 2040 ആകുമ്പോഴേക്കും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം ഉണ്ടാവേണ്ട സ്റ്റുഡൻറ് സ്ട്രെങ്ത്തിൻ്റെ ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൗണ്ട് എത്രയാണെന്നുള്ളത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം ഉത്തരം ചെയ്യാനായിട്ടുള്ള ഒരു ചോദ്യമാണിത്. സോ NEP 2020 is a very important area from net point of view. ഇത് പക്ഷേ കുറച്ചുകൂടി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മേ ബി പലർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. സോ എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ വിച്ച് വാസ് ഗിവൻ ഇൻ ദി ഫൈനൽ ആൻസർ കീ വാസ് ഓപ്ഷൻ സി. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ചോദ്യങ്ങൾ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിലെ ചോദ്യങ്ങളാണ്. സോ നമ്മൾ ഇതിന് മുമ്പുള്ള ഷിഫ്റ്റുകളുടെ ഒക്കെ അനാലിസിസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇതിൻ്റെ കാൽക്കുലേഷനിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് ഏത് ഏരിയയിൽ നിന്നാണ് എന്താണ് ഫൈനൽ ആൻസർ കീയിലെ ഉത്തരം എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഈ ചോദ്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് ആദ്യമുള്ളത്. A man sells his goods at 10% profit. If he sells his goods at 15% profit, he gets 160 more. The cost price of his goods is 4,200. Statement 2 says a man spends 80% of his earnings. His earnings increase by 25% and his expenses increase by 20%. The man's savings thus increased by 45%. സോ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്കിങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഡിഫറെൻറ്റ് ഷിഫ്റ്റ്സിൽ. സോ നമുക്ക് ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നല്ലൊരു ധാരണ വേണം, അതിൻ്റെ കാൽക്കുലേഷനെ കുറിച്ചും ധാരണ വേണം, ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചും ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫ്രം നെറ്റ് പോയിന്റ് ഓഫ് വ്യൂ. സോ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. എനിവേ ദ റൈറ്റ് ആൻസർ ഗിവൻ for this question was statement 1 is false but statement 2 is true. That is option D. Moving to the next questions, again statement question. 1/4 of 60% of a number is equal to 2/5 of 20% of another number. Then the respective ratio of the first number to the second number is 8:15. Statement 2, a student is studying for a test from 11 a.m. to 8 p.m. on weekdays and 1/3 of that time on Saturday. On Sunday, he takes a break and goes for a movie. The fractional part of the entire week that the student is studying is 3/7. സോ എഗെയിൻ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ആൻസർ ചെയ്യാൻ, കോൺസെപ്റ്റുകൾ നന്നായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ. സോ എന്തായാലും ഇതും അങ്ങനെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ റൈറ്റ് ആൻസർ ഗിവൻ വാസ് ഓപ്ഷൻ സി. സ്റ്റേറ്റ്മെൻറ്റ് 1 is true but statement 2 is false. Next question. A man who can swim 48 meters per minute in still water swims 200 meters against the current and 200 meters with the current. If the difference between these two times is 10 minutes, then what is the speed of the current? And we have the option 30 meters per minute, 31 meters per minute, 29 meters per minute and 32 meters per minute. So the right answer is option D, 32 meters per minute. Moving to the next question, the simple interest on a sum of money is 1/9 of the principal and the number of years is equal to the rate % per annum. The rate % per annum is, and we have various options given here as well. So ee chodyam simple interest and compound interest, again a very important area. So ഞാൻ already പറഞ്ഞു കാൽക്കുലേഷൻസിലേക്ക് നമ്മൾ പോകുന്നില്ല. The right answer for this question final answer key ഉണ്ടായിരുന്നത് ഓപ്ഷൻ സി ആണ്, 3.33%. Next question, in a test consisting of 150 questions carrying 1 mark each, Rishabh answered 80% of the first 75 questions correctly. 1% of the other 75 questions does he need to answer correctly to score 60% overall. So the percentage related ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, a very important area from net point of view. So ഇതിൻ്റെ right answer is option B. അതാണ് final answer കീഴിൽ കൊടുത്തിരുന്നത് 40.
മൂവിങ് ടു ദി നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. സോ അഗെയിൻ നമ്മൾ ഈ എൻറ്റയർ പാസേജ് വായിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കിത് സൈറ്റിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതും നിങ്ങളൊരു പ്രാക്ടീസിന് വേണ്ടി യൂസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇതിനകത്തെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഫൈനൽ ആൻസർ കീഴിലുണ്ടായിരുന്ന ആൻസേഴ്സും പറയും. സോ നിങ്ങൾക്കൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്ത് നോക്കാവുന്നതാണ്. So reading comprehension എന്നുള്ള ആദ്യത്തെ ചോദ്യം, what are the ramifications of television as a commodity in financial economy? And the right answer given was option C, audience for advertisers. Moving to the next question, what is unique about television audience in a cultural economy? And we have the options. They are non-stop producers of meanings. They cannot fathom the finer nuances of financial economy. They do not pay for content consumption. They can consume as much sans affordability. സോ ഇതിൻ്റെ ഫൈനൽ ആൻസർ കീഴിലുണ്ടായിരുന്ന റൈറ്റ് ഓപ്ഷൻസ് രണ്ടെണ്ണമായിരുന്നു. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് മാർക്ക് പ്രൊവൈഡഡ് ആയിരുന്നു. ദേ ആർ നോൺ സ്റ്റോപ്പ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് മീനിങ്സും അതോടൊപ്പം തന്നെ ഓപ്ഷൻ ഡി, ദേ ക്യാൻ കൺസ്യൂം ആസ് മച്ച് സാൻസ് അഫോർഡബിലിറ്റി. ഇത് രണ്ടും റൈറ്റ് ആൻസേഴ്സ് ആയിട്ട് ഫൈനൽ ആൻസർ കീഴിൽ അവർ ഐഡന്റിഫൈ ചെയ്തിരുന്നു. അടുത്ത ചോദ്യം, ഇൻ ഡിസ്ട്രിബ്യൂഷൻ ടെലിവിഷൻ ബിക്കംസ്, വി ഹാവ് ദി ഓപ്ഷൻസ് കൾച്ചറൽ കമോഡിറ്റി, പ്രൊഡ്യൂസർ ഓഫ് എ ന്യൂ കമോഡിറ്റി, purveyor of textuality, a source of theorization. So the right answer given in the final answer key was option B, producer of a new commodity. Moving to the next question, when we consider television as a product, then it operates in A or an, and we have the options deterministic cultural system, circulatory commercial system, audience power system, and finally distributive pleasure system. So final answer key il thanirunna answer option D aanu, circulatory commercial system. അടുത്ത ചോദ്യം, ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നുള്ള അവസാനത്തെ ക്വസ്റ്റ്യൻ, ഹൗ വ്യൂവിംഗ് ടെലിവിഷൻ ഇൻ എ കൾച്ചറൽ എക്കോണമി അഫക്ട്സ് ദി ഓഡിയൻസ്? ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻസ്, ഓഡിയൻസ് അസ്യൂം എ ന്യൂ റോൾ, ദി ബിക്കം എ ന്യൂ കമോഡിറ്റി, ദി കനോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഫിനാൻഷ്യൽ എക്കോണമി ആൻഡ് കൾച്ചറൽ എക്കോണമി, ആൻഡ് ഫൈനലി ഓഡിയൻസ് റെസ്ട്രിക്ട് ദ സർക്കുലേഷൻ ഓഫ് മീനിങ്സ് ആൻഡ് പ്ലഷേഴ്സ്. സോ ദ റൈറ്റ് ആൻസർ ഗിവൻ ഫൈനൽ ആൻസർ കീഴിൽ തന്നിരുന്നത് ഓപ്ഷൻ എ ആണ്, ഓഡിയൻസ് അസ്യൂം എ ന്യൂ റോൾ. സോ ദിസ് വാസ് ദി ഫൈനൽ ക്വസ്റ്റ്യൻ ഇൻ ദിസ് പെർട്ടിക്കുലർ ഏരിയ. ആൻഡ് ഇത് നമ്മൾ നോക്കുന്നത് DIയിലെ ചോദ്യങ്ങളാണ്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ ഈ ഷിഫ്റ്റിൽ നമുക്ക് തന്നിരുന്ന ഡേറ്റ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഷോസ് ദി പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർസ്, 5 തരത്തിലുള്ള A to E 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർസിൻ്റെ percentage distribution ആണ്, which was produced by a company during 2 consecutive years, 2019 and 2020. 2019ലും 2020ലും ഉള്ള ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർസിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ പെർസെൻറ്റേജിലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ അവർ ടോട്ടൽ നമ്പർ തന്നിട്ടുണ്ട്, ഈ 2 വർഷത്തെയും ടോട്ടൽ നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ് തന്നിട്ടുണ്ട്. 2019 4,50,000 ആണ്, 2020 5,20,000. അപ്പോൾ ആ ടോട്ടൽ നമ്പർ തന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ കാറും പ്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ ഡേറ്റ ഇൻ ദ ടേബിൾ ആൻസർ ദി ക്വസ്റ്റ്യൻസ്. സോ നമുക്കറിയാം ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ നമുക്ക് 2 തലങ്ങളാണുള്ളത്. ഒന്ന് ഈ കൃത്യമായിട്ട് ഡേറ്റനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റണം, 2 ആ ഇൻ്റർപ്രിട്ടേഷന് ശേഷം കൃത്യമായി തന്നിരിക്കുന്ന ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസിൽ കാൽക്കുലേഷൻസ് നടത്തി ഉത്തരത്തിലേക്ക് വരാനായിട്ട് സാധിക്കണം. സോ അഗെയിൻ നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് വിൽ ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ്, റൈറ്റ് ആൻസേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഈ ചോദ്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നിന്ന് ആദ്യം ചോദിച്ച ചോദ്യം ഇതായിരുന്നു, if the percentage production of type B cars in 2020 was the same as that of 2019, then what would have been the number of type B cars produced in 2020? സോ ക്വസ്റ്റനിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജ് പ്രൊഡക്ഷൻ ടൈപ്പ് ബിയുടെ 2020 പെർസെൻറ്റേജ് പ്രൊഡക്ഷൻ 2019 പെർസെൻറ്റേജ് പ്രൊഡക്ഷനോട് സിമിലർ ആണ് എന്നുണ്ടെങ്കിൽ what would have been the number of type B cars produced in 2020? 2020 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ബി കാർസിൻ്റെ എണ്ണം എത്ര എന്നുള്ളതാണ് ചോദ്യം. സോ പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് അറിയാവുന്നവർക്ക് ഇത് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. എനിവേ ദ റൈറ്റ് ആൻസർ ഗിവൻ വാസ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, if the number of type A cars manufactured in 2020 was the same as that of 2019, then what would have been its approximate percentage share in the total production of 2020? The right answer given was option B, 30%. അടുത്ത ചോദ്യം, if 85% of type E cars produced during 2019 and 2020 together are sold by the company, then how many type E cars are left unsold by the company? Question എന്താ ചോദിച്ചിരിക്കുന്നത് ഇവിടെ, if 85% of type E cars produced during 2019 and 2020 together are sold by the company, അതായത് 2019ലും 2020ലും
ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഇ കാറിന്റെ 85% വിറ്റുപോയിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഇ കാറിന്റെ എത്ര ശതമാനം അല്ലെങ്കിൽ അതിൽ എത്ര എണ്ണമാണ് അൺസോൾഡ് ആയിട്ട് അല്ലെങ്കിൽ വിൽക്കാതെ ഇരിക്കുന്നത്, ലെഫ്റ്റ് ആയിട്ട് അൺസോൾഡ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ വാസ് ഗിവൻ ആസ് ഓപ്ഷൻ ഡി ഇൻ ദി ഫൈനൽ ആൻസർ കീ. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടൈപ്പ് സി കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2019 ടു ദ നമ്പർ ഓഫ് ടൈപ്പ് ഡി കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2020? നമുക്കറിയാം ഡി ഐയിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ്, ആവറേജ് ആൻഡ് റേഷ്യോ ഈ 3 മേഖലകളാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പല തവണ പറയാറുള്ള കാര്യമാണ്. സോ ഇത് റേഷ്യോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എന്ത് തമ്മിലുള്ള റേഷ്യോ ആണ്? ദ നമ്പർ ഓഫ് ടൈപ്പ് സി കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2019 ആൻഡ് ദ നമ്പർ ഓഫ് ടൈപ്പ് ഡി കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2020. So the right answer is option C, 27:26. Last and final question in this session, what was the difference in the production of number of type C cars between 2019 and 2020? 2019-ലും 2020-ലും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ടൈപ്പ് സി കാർസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? So the right answer is option A, 5,000. സോ ഈ സെഷനിൽ NTA UGCയിലെ ഡിസംബർ 2021 ആൻഡ് ജൂൺ 2022 മേഴ്സ് സൈക്കിൾസിലെ ഇംഗ്ലീഷ് ഷിഫ്റ്റ് ഫണ്ടിൽ ചോദിച്ചിരുന്ന പേപ്പർ 1-ലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൃത്യമായി ക്വസ്റ്റ്യൻസ് വരുന്നൊരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിൽ കൃത്യമായിട്ട് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാനും ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ മനസ്സിലാക്കുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയാസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും പ്രിപ്പറേഷനെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കുന്ന ഒരു രീതി തന്നെയാണ്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവട്ടെ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.